1985 വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് നടപ്പിൽ വരുത്തിയത്. അതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിളായിരുന്ന എല്ലാ കാറുകളിലെയും കവച്ചു വെച്ചുകൊണ്ട് അത് വളരെ കണ്ടംപററി ആയിട്ടുള്ള ഒരു വാഹനം, ഒരു ലക്ഷറി വാഹനം, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ യഥാർത്ഥ ലക്ഷറി കാർ നിർമ്മിക്കുവാനായിട്ട് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് തീരുമാനിച്ചു. അതിനായി ഇംഗ്ലണ്ടിലെ റോവർ മോട്ടോഴ്സുമായിട്ട് അവർ കൊളാബറേഷനിലെത്തി. അങ്ങനെ 1985 റോവർ 2000 എന്ന റോവർ കമ്പനിയുടെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലക്ഷറി കാർ അവർ ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ ആരംഭിച്ചു. ഇന്ത്യയിൽ റോവർ 2000 മാനുഫാക്ചർ ചെയ്യുന്നതോടുകൂടി അവർ കമ്പനിയും അതുപോലെ തന്നെ ബിസിനസ് സർക്കിൾസും എല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത് അത് ഇന്ത്യയിലെ വാഹന സെഗ്മെൻറ്റിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുന്നതായിരുന്നു. കാരണം അന്ന് വരെ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനവും നമുക്ക് അങ്ങനെ ലക്ഷറി കാർ എന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പുള്ള വാഹനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടസയാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നിർമ്മിച്ചത് കോണ്ടസയാണ് നമുക്കൊരു ലക്ഷറി വാഹനമായിട്ട് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ആ കോണ്ടസ് തന്നെയും വളരെ പഴയ മോഡലാണ്. 50കളിലെ വാക്സോളിൻ്റെ ബോഡിയിൽ ഷെല്ലിലാണിത് നിർമ്മിച്ചിരുന്നത്. അത് പഴയ ഒരു ബോഡിയും ഷെല്ലും അതുപോലെ തന്നെ അത് ടെക്നോളജിയൊക്കെ ആയിരുന്നു അന്ന് കോണ്ടസയിലുണ്ടായിരുന്നത്. പക്ഷേ കോണ്ടസയേക്കാളൊക്കെ എത്രയോ പുതിയ 70കളിലെ ടെക്നോളജിയിൽ വരുന്ന വാഹനമായിരുന്നു റോവർ 2000. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കമ്പനി ഈ വാഹനം ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വാഹനത്തിലാണ് നമുക്ക് പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതുപോലെ തന്നെ റിയർ ഫോഗ് വൈപ്പർ, അതുപോലെ മറ്റു പല സെഗ്മെൻറ്റ് 1 ഫീച്ചേഴ്സും ഇന്ന് നമ്മുടെ കാറുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ അന്ന് 1985 ഈ കാറിൽ ലഭ്യമായിരുന്നു. അതിൽ AC ഉണ്ടായിരുന്നു, പവർ വിൻഡോസ് ഉണ്ടായിരുന്നു, പവർ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ വളരെ മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയറും അതുപോലെ തന്നെ അതിൻ്റെ വളരെ മോഡേൺ ആയിട്ടുള്ള ഡാഷ്ബോർഡും ഒക്കെ ആ വാഹനത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിൽ ഈ സെഗ്മെൻറ്റിൽ വേറെ വാഹനങ്ങളില്ലാത്തതിനാൽ നല്ല രീതിയിൽ അത് മാർക്കറ്റിൽ വരുമെന്നാണ് കമ്പനി പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർ കൊല്ലത്തിൽ 4000 വാഹനം വരെ ഉണ്ടാക്കാവുന്ന കപ്പാസിറ്റിയുള്ള പ്ലാന്റാണ് അവർ ഇറക്റ്റ് ചെയ്തത്. ആ പ്ലാന്റിൽ ഈ വാഹനം നിർമ്മിച്ചു തുടങ്ങി. പക്ഷേ 2 കാര്യങ്ങളിൽ അവർ വളരെയധികം അശ്രദ്ധ കാണിച്ചു. കമ്പനി കാണിച്ച ഏറ്റവും വലിയ അശ്രദ്ധ, ഒന്ന്, ഈ വാൻഗാർഡിൽ 50കളിലെ വാൻഗാർഡിൽ ഉപയോഗിച്ചിരുന്ന അതേ 2000cc എഞ്ചിനാണ് അവർ ഈ സ്റ്റാൻഡേർഡ് 2000 ഉപയോഗിച്ചത്. അന്ന് റോവർ 2000 ഉണ്ടായിരുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള എഞ്ചിൻ അവർ ഈ 1985 അവർ ഉപയോഗിച്ചത് 50കളിൽ അതുപോലെ ഈ വാൻഗാർഡിൽ അവർ ഉപയോഗിച്ചിരുന്ന പെട്രോൾ എഞ്ചിനാണ്. അതിന് പുറമെ ഈ സ്റ്റാൻഡേർഡ് 20 എന്നുള്ള ഒരു മിനി വാനിൽ ഉപയോഗിച്ചിരുന്ന ഗിയർ ബോക്സാണ്, 5 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതിനോട് സിങ്ക്രണൈസ് ചെയ്തത്. അപ്പോൾ വളരെ പഴയൊരു എഞ്ചിനും അതുപോലെ തന്നെ ഒട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അല്ലാത്തൊരു ഗിയർ ബോക്സും ചേർന്ന് ഇതിനകത്ത് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഈ വാഹനം ഒരു പെർഫോം ചെയ്തതേ ഇല്ല. ഈ വാഹനത്തിൻ്റെ എൻജിൻ അതിൻ്റെ പെർഫോമൻസ് വളരെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ആദ്യഘട്ടത്തിൽ കുറച്ച് കാറുകൾ 1000 ചെല്ലുവാൻ കാറുകൾ മാർക്കറ്റിൽ പോയെങ്കിലും പിന്നീട് ഈ കാറുകൾ മാർക്കറ്റിലേക്ക് പോവാതായി. കാരണം ഈ വാഹനത്തിൻ്റെ ബാക്കി എല്ലാ മേന്മകളും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഹൃദയം, ഒരു വാഹനത്തിൻ്റെ ഹൃദയം എപ്പോഴും അതിൻ്റെ എൻജിനാണ്. ആ എൻജിനും ഗിയർ ബോക്സും വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പോൾ അതിന് ചില കാരണങ്ങളും കമ്പനി പറയുന്നുണ്ട്. അത് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള റോവറിൻ്റെ എൻജിൻ ഇറക്കുമതി ചെയ്യുന്നതിൽ എന്തൊക്കെയോ നിയന്ത്രണങ്ങൾ വന്നുവെന്നും അതുകൊണ്ട് അവർക്ക് അത് ഇറക്കുമതി ചെയ്യാൻ പറ്റിയില്ലെന്നും അതുകൊണ്ടാണ് ഈ പഴയ ഗിയർ ബോക്സും അതുപോലെ ഈ എൻജിനും മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കേണ്ടി വന്നൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ പിറകിൽ ഉണ്ട്. പക്ഷേ
എന്തായാലും ഈ വാഹനം ഇറങ്ങിയതോടുകൂടി മിക്കവാറും ആളുകൾ പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിൻ മാറ്റി വെക്കാത്ത, എൻജിൻ മാറ്റി പുതിയ ഡീസൽ എൻജിൻ ഘടിപ്പിച്ച വാഹനങ്ങളാണ് ഇന്നിപ്പോൾ സ്റ്റാൻഡേർഡ് 2000 ഇപ്പോൾ ബാക്കിയുള്ള ചില വിൻറ്റേജ് വെഹിക്കിൾസൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിലും അതിനെല്ലാം തന്നെ ഈ എൻജിനോ ഗിയർ ബോക്സിനോ കാണാനില്ല. കാരണം അതിന് പകരമായിട്ട് മറ്റു ഡീസൽ എൻജിനുകളാണ് അവർ മാറ്റി പറ്റിയത്. ആ കാലത്ത് തന്നെ പുതിയ വണ്ടി എടുത്തതിന് ശേഷം കുറച്ച് ഓടിക്കുമ്പോഴേക്ക് തന്നെ അങ്ങനെ മാറ്റി എൻജിനും ഗിയർ ബോക്സും മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. കാരണം ഈ എൻജിൻ ഒട്ടും എഫിഷ്യൻ്റ് ആയിരുന്നില്ല. ആ രീതിയിലായതുകൊണ്ട് ഇതിൻ്റെ മാർക്കറ്റ് വല്ലാതെ കുറഞ്ഞു. കാരണം ഇതിലെ ബാക്കി എല്ലാ അഡ്വാൻറ്റേജസും അതിനകത്തുണ്ടായിരുന്നെങ്കിലും മാർക്കറ്റ് കുറഞ്ഞു. അതുമാത്രമല്ല 12 കിലോമീറ്ററാണ് അതിന് മൈലേജായിട്ട് കമ്പനി ARI ഒക്കെ നൽകിയിരുന്നത്. പക്ഷേ ഇത് 6-7 കിലോമീറ്റർ മാത്രമാണ് ഒരു ലിറ്റർ പെട്രോളിന് ഈ വാഹനം ഓടിയിരുന്നത്. അത് തന്നെ ഉപഭോക്താക്കളുടെ ഇടയിൽ ഭയങ്കര പരാതി ഉണ്ടായി. പിന്നെ ഇതിലെ വേറെ രസകരമായ തമാശ, നമ്മുടെ അഭിമാന താരമായിട്ടുള്ള PT ഉഷ, അവർ ഒളിമ്പിക്സിൽ ചെന്ന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഏഷ്യൻ ഗെയിംസിലെ നേട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ ഉടനെ അന്നത്തെ കേരള സർക്കാർ വളരെ സന്തോഷിച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് 2000 കാർ അവർക്ക് സമ്മാനമായി നൽകി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കാർ എങ്ങനെയും തിരിച്ചെടുത്ത് കളയണം, കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ കൊണ്ടു നടക്കാൻ എനിക്കാവുന്നില്ല, ഇതിനൊരു മൈലേജും ഇല്ല, ഇതെങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം എന്ന് അവർ പറയുണ്ടായി. ആ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം കേരള ഗവൺമെൻറ് അവർക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ ഏഷ്യൻ ഗെയിംസിലെ നേട്ടത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ഒരു സമ്മാനിച്ചത് ഈ അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ഈ വാഹനമായിരുന്നു, കാറായിരുന്നു. അത് സമ്മാനിച്ചെങ്കിലും എന്തു പറ്റി, അത് അവർക്ക് ഉപയോഗമില്ല, തിരിച്ചുകൊണ്ട് പോകണമെന്ന് അവർ പറയുന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ഈ സ്റ്റാൻഡേർഡ് 2000-ൻ്റെ നിർമ്മാണത്തോടുകൂടി ആ കമ്പനി 2-3 പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. ഒന്ന്, ഈ വാഹനത്തിലെ എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഒക്കെ പോരായ്മ കാരണം അത് മാർക്കറ്റിൽ ഈ വാഹനം വിറ്റഴിയാതായി. പിന്നെ രണ്ടാമത് ARI റേറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന 12 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ ഈ കമ്പനിയെ കുറിച്ചുള്ള ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് കുറിച്ച് അന്വേഷണം കേസ് വരികയും ആ കേസിൽ എന്ത് ചെയ്തു, ഈ മൈലേജ് കുറവാണെന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ ഈ വാഹനം നിർമ്മിക്കുന്നതിൽ നിന്ന് കമ്പനിയെ സർക്കാർ വിലക്കുകയും ചെയ്തു. അങ്ങനെ 1988-ലാണ് ഈ വാഹന നിർമ്മാണ കമ്പനി പരിപൂർണമായിട്ട് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ വാഹന ചരിത്രത്തിൽ പ്രീ ഇൻഡിപെൻഡൻസ് കാലം മുതൽ ഉണ്ടായ 3 വാഹന നിർമ്മാണ കമ്പനികൾ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. അത് ഒന്ന്, ഈ സ്റ്റാൻഡേർഡ് കമ്പനിക്ക് കേരളവുമായിട്ടുള്ള ബന്ധമാണ്. അതിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP-യുടെ കൊച്ചുമകനാണ്. പിന്നെ മറ്റൊരു കാര്യം, തെക്കേ ഇന്ത്യയിൽ മദ്രാസിൽ ഈ വാഹന വ്യവസായം താഴ്ച വളരുന്നതിനുള്ള കാരണമായത് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സാണ്. ആദ്യമായിട്ട് മദ്രാസിൽ ഒരു വാഹന നിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്നത് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സാണ്. കൂടാതെ ഈ നിർമ്മാണ കമ്പനി ഉപയോഗിച്ചിരുന്ന പാർട്ടുകളെല്ലാം തന്നെ കഴിയുന്നത്ര ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ, ഏറ്റവും ലോക്കലായിട്ട് അവിടുത്തെ ചെറുകിട ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നിലവാരം വർദ്ധിപ്പിച്ച് അങ്ങനെ ഉപയോഗിച്ചിരുന്നതിൽ നിന്നാണ് പിന്നീടുള്ള കാലത്ത്, ഇന്നിപ്പോൾ മദ്രാസ് ഇന്ത്യയിലെ ഡെട്രോയിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ധാരാളം വാഹന നിർമ്മാണ യൂണിറ്റുകൾ, ഇപ്പോൾ ഫോർഡിൻ്റെ അതുപോലെ തന്നെ ധാരാളം നിസാൻ്റെ എല്ലാം തന്നെ യൂണിറ്റുകൾ ഇന്ന് ചെന്നൈയിലുണ്ട്. ഈ യൂണിറ്റുകളിലെല്ലാം തന്നെ ആവശ്യമായ പാർട്ടുകൾ സപ്ലൈ ചെയ്യാൻ അവിടെയുള്ള ചെറുകിട കമ്പനികൾ പ്രാപ്തരാണെന്ന്. ഇന്ന് അങ്ങനെ ഒരു പ്രാപ്തരായ കമ്പനികൾ ഉണ്ടാക്കിയതിൽ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ വാഹന നിർമ്മാണ രംഗം ചെന്നൈയിൽ ഇത്രയധികം വളർന്നതിന് കാരണം സ്റ്റാൻഡേർഡ് മോട്ടോഴ്സാണ്. പിന്നെ കേരളം സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിൻ്റെ വിതരണക്കാരായിരുന്നത് സ്റ്റെയിൻസ് മോട്ടോഴ്സാണ്. ആ സ്റ്റെയിൻസ് മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി
തിരുവിതാംകൂർ രാജവംശമായിട്ട് ബന്ധപ്പെട്ട് രാജാക്കന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് കേരള ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ സ്റ്റെയിൻസ് മോട്ടോഴ്സ് എന്ന കമ്പനി. അങ്ങനെ തെക്കേ ഇന്ത്യയുടെ ഈ വാഹന വ്യവസായം വളരുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ്. 88ഓടുകൂടി അവർ ഈ റോവർ 2000 എന്ന വാഹനം സ്റ്റാൻഡേർഡ് 2000 എന്ന പേരിൽ മാർക്കറ്റ് ചെയ്തെങ്കിലും അതിലെ സാങ്കേതിക പോരായ്മകൾ കാരണം അത് മറ്റെല്ലാ രീതിയിലും മികച്ച പെർഫോമൻസ്, അതായത് മറ്റെല്ലാ രീതിയിലും അത് വളരെ മികച്ച ഒരു വാഹനമായിരുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതിൻ്റെ ഗിയർ ബോക്സും എഞ്ചിനും അത് വളരെ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് എഞ്ചിൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണത് നിർത്തേണ്ടി വരുന്നത്. അതിനുശേഷം നമ്മുടെ വാഹന ചരിത്രത്തിൻ്റെ ഭാഗമായി സ്റ്റാൻഡേർഡ് മോട്ടോഴ്സും മാറി.